ഹലോ വെൽക്കം ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാനൊരു കുടുംബസംഗമത്തിന് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ഷെയർ ആക്കുന്നത്. അതായത് ഇന്നലത്തെ എൻ്റെ വ്ളോഗ് കണ്ടവർക്കറിയാം, ഞാൻ പത്രത്തിൻ്റെ ഏജൻറ്റുമാരുടെ ഒരു കുടുംബസംഗമം ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്നും കുടുംബസംഗമാണോയെന്ന്. പക്ഷേ ഇന്നിപ്പോൾ പാട്ടശ്ശേരി കുടുംബസംഗമാണ് കേട്ടോ. അതായത് പാട്ടശ്ശേരി കുടുംബത്തിൽപ്പെട്ട എല്ലാ അംഗങ്ങളും കൂടിയിട്ടുള്ള ഒരു കുടുംബസംഗമം. ഏകദേശം ഈ ഒരു കുടുംബസംഗമത്തിൽ 1000-ലേറെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാത്രമല്ല, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശരിക്കും ഞാൻ പാട്ടശ്ശേരി അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡും മക്കളും പാട്ടശ്ശേരിയാണല്ലോ. അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ ഈ ഒരു സംഗമത്തിന്. അപ്പോൾ എന്തുകൊണ്ട് നല്ല അടിപൊളി സംഗമമായിരുന്നു. നല്ല എൻ്റർടൈൻമെൻറ്റും ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഗാനമേള കാര്യങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും ബോറടിപ്പിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു പാട്ടശ്ശേരി സംഗമം. പിന്നെ ഈ ഒരു പാട്ടശ്ശേരി സംഗമം മൂന്നാമത്തേതാണ് നടക്കുന്നത്. ഞാനിതിന് മുന്നേ ഒന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഇതിപ്പോൾ ജെംസ് പബ്ലിക് സ്കൂളിലാണ് കൂരിയാടുള്ള. അപ്പോൾ ഏതായാലും ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഗമത്തിൽ പല പല ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ദൂരമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. വയനാട് ഭാഗത്തു നിന്ന് വന്നവരുണ്ട്. ഏറ്റവും ദൂരം എന്ന് വെച്ചാൽ അന്തമാനിൽ വന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അന്തമാൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ കുടുംബക്കാരറിയാം, നമ്മൾ തൊട്ടടുത്ത ബന്ധക്കാരെ മാത്രമല്ലേ. ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അത്ര പരിചയമൊന്നും ഉണ്ടാവില്ലല്ലോ. ഏതായാലും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ ബന്ധക്കാരെ കിട്ടാനും ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഓരോ കുടുംബസംഗമങ്ങളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ട്, നിങ്ങളതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഈ പാട്ടശ്ശേരി സംഗമത്തിൽ പങ്കെടുത്തവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. മാത്രമല്ല, പാട്ടശ്ശേരിക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഉദ്ഘാടന സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അന്തമാനിൽ വന്നവരാണ് കേട്ടോ ആദ്യം പരിചയപ്പെടുത്തുന്നത്. അന്തമാനിലേക്ക് കൊണ്ടുപോയി. ആ അന്തമാനിൽ കൊണ്ടുപോയ ഒരു പ്രശ്നമാണ് എൻ്റെ ഉമ്മാന്റെ വാപ്പ, അതായത് ഇനിപ്പ ഉണ്ണി എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ മകളായ പാട്ടശ്ശേരി മറിയ എൻ്റെ കൂടെ ഉണ്ട്. അവർക്ക് കുറച്ച് പ്രയാസമുണ്ട്, ബുദ്ധിക്ക് കുറച്ച് പ്രയാസമുണ്ട്. 86 വയസ്സായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാട്ടശ്ശേരി സംഗമത്തിൻ്റെ ഡോക്യുമെൻ്ററി പ്രദർശനമായിരുന്നു. വിവിധ നാടുകളിൽ നിന്നുള്ള കപ്പലുകൾ മലബാർ തീരത്തേക്ക് വിരുന്നുവിളിച്ചു. ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും ഒരു മനസ്സായപ്പോൾ യാത്രകൾക്ക് മലബാറിലേക്കുള്ള വഴി സുരക്ഷിതമായി. തിരുദൂതരുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമേറിയ അധ്യാപനങ്ങളുമായി സ്വഹാബികൾ മലബാറാണ്. ഈ നാട് അവർക്കായി ഹൃദയം തുറന്നു. ഇസ്ലാമിന്റെ വരവ് മലബാറിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്കും ഇതര നാടുകളിൽ നിന്ന് മലബാറിലേക്കും പുതിയ വൈജ്ഞാനിക വഴികൾ തുറന്നു. ആഫ്രിക്ക, അറേബ്യ, സെൻട്രൽ ഏഷ്യ, മലബാറുമായി ഹൃദയബന്ധം പുലർത്തിയ ദേശങ്ങളുടെ നിര നീണ്ടതായിരുന്നു. ഈ വിസ്മയം കണ്ടാണ് വിശ്വസഞ്ചാരി ഇബിനു ബത്തൂത്ത അത്ഭുതമുണ്ടായത്. പണ്ഡിതരുടെ പാരമ്പര്യം എല്ലാ വൈതരണികളെയും അതിജയിക്കാൻ ഈ നാടിൽ കരുത്തായി. അറബി മലയാളം എന്ന സ്വന്തമായൊരു ഭാഷയും സാഹിത്യവും വികസിപ്പിച്ചെടുത്ത മുസ്ലിങ്ങൾ മലബാറിലെ സാഹിത്യ പാരമ്പര്യത്തിന് തറക്കല്ല് നൽകി. ഖാദി മുഹമ്മദും മോയൻകുട്ടി വൈദ്യരുമെല്ലാം പുതിയൊരു മലയാളി ഭാവുകത്വമൊരുക്കി. ആ ഭാവുകത്വത്തിന്റെ ഊർജത്തിലാണ് പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് അധിനിവേശങ്ങൾക്കെതിരെ മലയാളികൾ നിലയുറപ്പിച്ചത്. മരക്കാ കുടുംബവും മമ്പുറം തന്നെ. അങ്ങനെ സ്റ്റേജിൽ ഓരോരോ പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കുട്ടികളൊക്കെ നല്ല കരച്ചിലായപ്പോൾ ഞങ്ങളിവിടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഈ ഒരു ജെംസ് പബ്ലിക് സ്കൂളിൽ തന്നെ ഒരുപാട് ആക്സസറീസ് ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊന്നും ബോറടിക്കില്ല. അവരൊക്കെ കരഞ്ഞാലും നമുക്കത് ചില്ല് ചെയ്യിക്കാൻ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സമയം സ്റ്റേജിൽ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിന് ആൻസർ പറയുന്നവർക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഓൺ ദ സ്പോട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അവർ കരച്ചിലായപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പാർക്കിൽ കുറച്ച് സമയം കളിച്ചതിന് ശേഷം പിന്നെ ഇതാ ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്ലേറ്റൊക്കെ എടുത്ത് ഇതാ ക്യൂ നിൽക്കുകയാണ്. ഇത് ഓരോരോ കൗണ്ടറാക്കി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു സ്റ്റേജിൻ്റെ
പ്രോഗ്രാം നടക്കുന്നിടത്ത് തന്നെ വന്നിരുന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇവിടെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ ആരുടെയെങ്കിലും കയ്യിൽ 1 രൂപേൻ്റെ നോട്ടുണ്ടോയെന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോട്ടുള്ള ആളാണിപ്പോൾ സമ്മാനം വാങ്ങിപ്പോയത്. അത് ഞങ്ങളെ മൂത്താപ്പാൻ്റെ മോനാണ്. അവരെ കയ്യിലായിരുന്നു കേട്ടോ 1 രൂപയുടെ നോട്ടുള്ളത്. ഇപ്പോൾ അങ്ങനത്തെ നോട്ട് കാര്യങ്ങളൊന്നും ആരെടുത്തും ഉണ്ടാവില്ലല്ലോ. അത് എങ്ങനെ വന്ന് പെട്ടെന്ന് അറിയില്ല. എന്നാലും അത് കയ്യിലുണ്ടായതിനെ കൊണ്ട് അവർക്ക് ആ ഒരു സമ്മാനം കൈപ്പറ്റാൻ പറ്റി. അങ്ങനെ ഇതിനിടയ്ക്ക് ഇനിയിപ്പോൾ കുട്ടികളെ കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റേജിൽ നടക്കുന്നത്. പാട്ട്, ഡാൻസ്, ഒപ്പന, അങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ മഗ്‌രിബിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സംഗമം പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ സ്റ്റേജിൽ ഒരു അൺബോക്സിംഗ് ആണ് ഇനിയിപ്പോൾ നടക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ക്ലോക്കാണ്. നമ്മുടെ ഓരോ പാട്ടശ്ശേരി കുടുംബ വീട്ടിലേക്കും ഒരു ക്ലോക്ക് നൽകുന്നുണ്ട് പാട്ടശ്ശേരി കുടുംബ സംഘം എന്ന് വെച്ചിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ ഇനിയിപ്പോൾ സ്റ്റേജിൽ നടക്കുന്നത്. ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ വയസ്സായ ഏറ്റവും വലിയ മുതിർന്ന ആൾക്ക് ഈ ഓപ്പൺ ചെയ്ത ബ്ലോക്ക് ഇപ്പൊ കൊടുക്കും. അത് മറ്റൊരു കണക്കപ്പെടാത്തതാണ്. 80 വയസ്സിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും എന്തൊക്കെ കടന്നു വരിക? ഇപ്പൊ ചാൻസ്, ഇപ്പൊ തീരുമാനം. ആ സ്ത്രീകളായാലും പറ്റും. വേദിയിൽ നിന്ന് അത് വാങ്ങാൻ പ്രാപ്തരായിരിക്കണം. അതെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കും.
എല്ലാ വീട്ടിലും ഒരു ബ്ലോക്ക് കൂടാതെ ആ ഒരു വ്യക്തിക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് ഡെമോ ബ്ലോക്ക് കറക്റ്റ് കൊടുക്കും. 75 വയസ്സിന് മുകളിൽ 80 താഴെയുള്ളവർ ആദ്യം കടന്നു വരുന്നത് ഒരാൾക്കേ ഉള്ളൂ, ആണായാലും പെണ്ണായാലും. 75 വയസ്സിന് മുകളിൽ 80 വയസ്സിനല്ലേ അബുഹാജി ഒടമല ഇതാ വന്നിരിക്കുന്നു. ഇതാണ് കാണുന്നത്. ഈ കൂടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വയസ്സുള്ള ഒരാളെ എന്ന് സ്വയം അഭിമാനത്തോടുകൂടി കടന്നു വന്ന അബു. അടുത്തതായി വേദിയിൽ മാജിക് ഷോ. ഈ ബ്ലോക്ക് വാങ്ങിയവരും ബ്ലോക്ക് കൊടുത്തവരും എല്ലാം സ്റ്റേജിൽ ഇറങ്ങിയതിനു ശേഷം വേദിയിൽ മാജിക് ഷോ. മാജിക് ഷോ കൃത്യങ്ങളുടെ ഒരുപാട് പരിപാടികളുണ്ട്. ഗാനമേളുണ്ട്, കോൽക്കളി, ഒപ്പന മുതലായ സംഗതികളുണ്ട്. ആരും പിരിഞ്ഞു പോകരുത്. പ്രോത്സാഹിപ്പിക്കാം. സ്റ്റേജിൽ വരാൻ പറ്റും. അടുത്ത 2012 ഒരു സംഘടന നടന്നു. അടുത്ത പിന്നെ അതിനുശേഷം 2017 കൊടിഞ്ഞിയിൽ വെച്ചിട്ട് ഒരു സംഗമവും നടന്നു. മൂന്നാമത്തേതാണ് ഇന്ന് ഈ നടക്കപ്പെടുന്ന ഈ സംഗമം. ഇൻഷാ അല്ലാഹ്
അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 2030 നമുക്ക് കൂടാം. ഈ ഒരു പ്രഖ്യാപനത്തിന് നിങ്ങൾ നെഞ്ചിലേറ്റി മുന്നോട്ട് നീക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതായിരുന്നാലും ഇതുവരെ നടന്ന പ്രോഗ്രാം അത്യുന്നത നിലവാരത്തിൽ തന്നെ അത് നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏതായാലും തുടർന്നും ഇനി പ്രോഗ്രാമുകൾ നടക്കാനുണ്ട്. എല്ലാവരും മുൻനിർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് 2030 ഇനി വീണ്ടും സംഘം നടത്തുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പാട്ടശ്ശേരി സംഗമം അവസാനിച്ചു. കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുണ്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കുടുംബസംഗമം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.